1. നിയമസഭയും സംസ്ഥാന ഭരണവും സ്റ്റേറ്റ് ഗവൺമെന്റ്. നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി കേരളത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമുള്ള തിരുവനന്തപുരത്തെ പരമാധികാര സഭ. 140 മണ്ഡലങ്ങൾ. ഭരണസൗകര്യത്തിനായി കേരളത്തെ 140 മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. നിങ്ങൾ താമസിക്കുന്ന പ്രദേശം ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ കീഴിലായിരിക്കും. നിങ്ങളുടെ ആദ്യ വോട്ട് 18 വയസ്സ് തികഞ്ഞതോടെ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനും അർഹതയുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പ്രതിനിധിയാണ് MLA ഓഫ് MLA. സ്ഥാനാർത്ഥിയാകാൻ വോട്ട് ചെയ്യാൻ 18 വയസ്സ് മതിയെങ്കിലും ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കുറഞ്ഞത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. EVM ആൻഡ് VVPATs വോട്ട് രേഖപ്പെടുത്താൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും EVM നിങ്ങളുടെ വോട്ട് കൃത്യമായി തന്നെയാണോ വീണതെന്ന് ഉറപ്പുവരുത്താൻ സ്ലിപ്പ് കാണിക്കുന്ന VVPAT EVPAT സംവിധാനവും പോളിംഗ് ബൂത്തിലുണ്ടാകും. ഭരണപക്ഷവും മുഖ്യമന്ത്രിയും സഭയിലെ 140 സീറ്റുകളിൽ പകുതിയിലധികം കുറഞ്ഞത് 71 സീറ്റുകൾ നേടുന്ന മുന്നണിയോ കക്ഷിയോ ആണ് സർക്കാർ രൂപീകരിക്കുന്നത്. ഈ ഭൂരിപക്ഷ മുന്നണിയുടെ നേതാവിനെ ഗവർണർ മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്ററായി നിയമിക്കുന്നു. മന്ത്രിസഭ ക്യാബിനറ്റ് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന പ്രമുഖരായ കുറച്ച് MLAമാരെ ഗവർണർ മന്ത്രിമാരായി നിയമിക്കുന്നു. ഇവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, IT എന്നിങ്ങനെ പ്രത്യേക വകുപ്പുകളുടെ ചുമതലയുണ്ടാകും. കേരളത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പരമാവധി 21 മന്ത്രിമാരെ പാടുള്ളൂ. സ്പീക്കർ സഭയ്ക്കുള്ളിലെ ചർച്ചകളും തർക്കങ്ങളും ചട്ടപ്രകാരം നിയന്ത്രിക്കുന്നതിനായി MLAമാർ തങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സഭാ അധ്യക്ഷൻ. 2. തദ്ദേശ ഭരണം ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ത്രിതല പഞ്ചായത്ത് രാജ് ഗ്രാമീണ മേഖലകളുടെ വികസനം ഉറപ്പാക്കാൻ 3 തട്ടുകളായുള്ള ഭരണ സംവിധാനമാണിത്. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും താഴെ, ബ്ലോക്ക് പഞ്ചായത്ത് ഇടനില, ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മുകളിൽ. മത്സരിക്കാനുള്ള പ്രായം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സ്ഥാനാർത്ഥിയാകാൻ കുറഞ്ഞത് 21 വയസ്സ് മതിയാകും. വനിതാ പ്രാതിനിധ്യം. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ആകെയുള്ള സീറ്റുകളിൽ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുള്ളതാണ്. ബൂത്തിലെ 3 വോട്ടുകൾ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരേ സമയം 3 വോട്ടുകൾ ചെയ്യണം. തിരിച്ചറിയാനായി വോട്ടിംഗ് മെഷീനിൽ 3 വ്യത്യസ്ത നിറങ്ങളുള്ള ലേബലുകൾ കാണാം. വെള്ള നിറം നിങ്ങളുടെ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക്. പിങ്ക് നിറം നിങ്ങളുടെ പ്രദേശം ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ പ്രതിനിധിക്ക്. ലൈറ്റ് ബ്ലൂ നിറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പ്രതിനിധിക്ക്. പഞ്ചായത്ത് പ്രസിഡന്റ് വിജയിച്ചു വരുന്ന വാർഡ് മെമ്പർമാർ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന സാരഥിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. നിങ്ങളുടെ ഗ്രാമത്തിന്റെ വികസന കാര്യങ്ങളിൽ ഇദ്ദേഹത്തിനാണ് പ്രധാന ചുമതല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 3. സംസ്ഥാന ഖജനാവും സാമ്പത്തിക കാര്യങ്ങളും സ്റ്റേറ്റ് ഫൈനാൻസ്. ഖജനാവ് സ്റ്റേറ്റ് ട്രഷറി സംസ്ഥാന സർക്കാരിന്റെ വരവ് ചിലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക കേന്ദ്രം. ഒരു പുതിയ സർക്കാർ വരുമ്പോൾ 5 വർഷത്തെ ഫണ്ട് ഒന്നിച്ചല്ല ഇതിലേക്ക് വരുന്നത്.